വല്ലാണ്ട് പനിക്കണ കുറച്ചു പോയി കിടക്കട്ടെ. പോലെ വാ നിമിഷയുടെ പ്രോഗ്രാം കാണാം. നല്ല രസമുണ്ടല്ലേ? എനിക്കൊന്ന് രസം. അയ്യോ എബിക്കുട്ടാ വിനു മക്കളെ നിമിഷയുടെ പ്രോഗ്രാം ഉണ്ട്. വാ അത് കാണാം. പിന്നെ ഒരു ഹെൽപ്പ് ചെയ്യൂ. എന്താണ്? ദിലീഷ് പോത്തന്റെ പുതിയ സിനിമയിൽ അഭിനയിക്കാനേ നവാഗതരായിട്ടുള്ള ആൾക്കാരെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റിന്റെ സെൽഫി വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്യൂ. എടാ പൊട്ട, സെൽഫി വീഡിയോ സ്വന്തമായിട്ട് എടുക്കേണ്ടതാണ്. ഞങ്ങളല്ല ഷൂട്ട് എടാ ചെയ്യണം. ഞാൻ ചെയ്താൽ റിയലിസ്റ്റിക് ആവില്ല. നീ അല്ലെങ്കിലും ചെയ്താലും റിയലിസ്റ്റിക് ആവില്ല. നീ ഒന്ന് പോയൊന്നും. എന്താടാ നിങ്ങളുടെ കൂട്ടുകാരൊരു സിനിമ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഞാൻ കുറച്ച് കിടക്കട്ടെ. നീ ഇത് കണ്ടേ? ഇരടാ അവിടെ ഒന്ന് കണ്ടാലിപ്പോ എന്താ? ആഹാ നീ കൂടുതൽ തള്ളാണ്ടെങ്കിൽ തന്നെ. എനിക്കറിയാം എബിക്കുട്ടാ. നീ അങ്ങോട്ട് പോണത്? പോട്ടെ പോട്ടെ, ഞാൻ വരാം. ഫ്രെയിമെന്റ് വരാം. പിടിച്ചു. എന്തിനിങ്ങനെയൊക്കെ? കണ്ടോ ഇപ്പൊ രക്ഷപ്പെട്ടാലോ? ഉണ്ടായി എന്തെങ്കിലും ചെയ്യണം. നമസ്കാരം, ഞാൻ പോൾ വർഗീസ്, തിരക്കുള്ളൊരു അഭിഭാഷകനാണ്. ഞാനിപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത് മരിച്ചു കിടക്കുന്ന ഭാര്യയെ നോക്കി പൊട്ടിക്കരയുന്ന ഒരു ഭർത്താവിന്റെ വികാര പ്രകടനങ്ങൾ. ഭാര്യ ഒരിച്ചാലും ഭർത്താവിന് എന്ത് വികാര? എനിക്കറിയാൻ പാടില്ല. എന്നെ വിട്ടേച്ച് പോയില്ലേടി നീ? പോയില്ലേ? അയ്യോ എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട ഇവളെ. അയ്യോ കാണണ്ട. ഇട്ടേച്ച് പോയല്ലോ, പോയല്ലോ, എന്നെ ഇട്ടേച്ച് പോയല്ലോ നീ. എനിക്ക് സഹിക്കാൻ വയ്യേ, എനിക്ക് സഹിക്കാൻ വയ്യേ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കാണണ്ട. ഇവിടെ പനിച്ച് തുള്ളി കയ്യിലടക്കൂടെ കൊല്ലം നോക്കാം മനുഷ്യനെ. അതെ, ഇമോഷൻ ആയതുകൊണ്ടായിരിക്കും ബോറടിച്ചത്. കോമഡിയുടെ ഒരു സാധനം ചെയ്ത് അടിപൊളിയായിരിക്കും. കോമഡിക്ക് വേറെ എടുക്കണ്ട, ഇത് അയച്ചു കൊടുത്താൽ മതി. കറക്റ്റാ. ഓൾറെഡി പനി, അതിന് ന്യൂമോണിയ ആക്കല്ലേ. കാല് പിടിക്കാം. വിനു നിനക്ക് വയ്യടാ? എടാ അതെ, ഈ മനുഷ്യന്മാരാകുമ്പോ കുറച്ച് കലാബോധം വേണോടാ. കലാബോധം. കൂട്ടുകാര് നിന്റെ ഒന്നും സഹായമില്ല സിനിമ ഞാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടാ. അസൂയ. ഞാനെങ്ങനെ രക്ഷപ്പെട്ടു പോയാലോ? അതാണ്. ബാറ്ററി ചാർജും തീർത്തു. എടാ നിനക്ക് പനിക്കണ്ടോ? നല്ല ചോറുണ്ടല്ലോ. ഇനി ഇത്ര നേരം ഞാൻ എന്താ മൂലക്കുരാണെന്ന് പറഞ്ഞ് പനിക്കുന്നടാ. വയ്യ, വാ ഹോസ്പിറ്റലിൽ പോ. വേണ്ട, കുറച്ച് കിടന്നാ പറ്റില്ല. വന്നേ, ഇപ്പോഴത്തെ പനിക്ക് എന്താവുന്ന ഒരു പിടുത്തം. കിടന്നാ നടത്താൻ എനിക്ക് വെച്ചോണ്ടിരുന്ന ഞങ്ങൾക്കും കൂടി വന്നേ. ഹോസ്പിറ്റലൊക്കെ ഭയങ്കര തിരക്കായിരിക്കടാ. ഞാൻ കൂടെ തന്നെ ഇല്ലേ? സാറിറങ്ങി പുറത്തോട്ടിരിക്കണേ. ഒന്ന് വാ തുറന്നേ. ഒന്നും വേണ്ട സിസ്റ്ററെ. തിന്നാനല്ലടോ, ഇതൊന്ന് വായി വെക്കാനാ. സെന്റിമീറ്റർ അല്ലേ? അല്ല, മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പോ? ഇതോ? ഒരു മിനിറ്റ്. നിമിഷ, ഇതെന്താ ഇത്? എന്തു പറ്റി നെറ്റിയില്? ഒരു ചെറിയൊരു ആക്സിഡന്റ്. ബസ്സാണോ ലോറിയാണോ എന്ന് അറിയില്ല. എന്റെ കാറിലേക്ക് വെളിച്ചം വന്നു, ഞാനങ്ങ് വെട്ടിച്ചു. ദൈവമേ, ഈ ഓക്കെ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെയാണ്. ഭാഗ്യം. നിങ്ങൾ കൂടെ വന്ന ആളാണോ? സ്റ്റിച്ച് ഇടണം. ഡ്രസ്സിംഗ് റൂമിലോട്ട് ഉണ്ടായിരുന്നു. ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്യേ. എബി എന്താ ഇവിടെ? എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നാ. ഒരു മിനിറ്റ്. ഫുൾ നെയിം എന്താ? നിമിഷ മാധവ്. നല്ല ഫുൾ നെയിം. ഏജ്? 24. നല്ല ഏജ്. ബ്ലഡ് ഗ്രൂപ്പ് എന്താ? ബി പോസിറ്റീവ്. നല്ല ബ്ലഡ് ഗ്രൂപ്പ് അല്ല സാറേ? പെർമനന്റ് അഡ്രസ് എന്താ? ജുവൽ നഗർ, കവടിയാർ, ട്രിവാൻഡ്രം 26. നഗർ, കവടിയാർ, ട്രിവാൻഡ്രം 26. സാർ ഇവിടെ നിന്നാ മതിയേ. ഓ, ഹസ്ബൻഡ് നെയിം എന്താ? ഞാൻ മാരീഡ് അല്ല. പൊളിച്ച്. ഈ ലവറോ എൻഗേജ്മെന്റോ അങ്ങനെ എന്തെങ്കിലും? നിലവിലൊന്നുമില്ല. അതെ, ഇതൊക്കെ ഫോമിലുള്ള ചോദ്യങ്ങൾ തന്നെയാണോ? ഓ, ആണോ? ഇവരെന്തൊക്കെയാ ചോദിച്ചേന്നാവോ? സാറിനൊരു ഇഞ്ചക്ഷന്റെ കുറവുണ്ട്. പൊന്നി. ശരി, അവിടെ ഇരിക്കും. കുറച്ച് സമയം എടുക്കും. ശരി. ദേ ഈ മരുന്നൊന്ന് വാങ്ങിട്ട് വരണേ. സിസ്റ്ററെ, പുറത്താളുണ്ട്. പുറത്താരെയും കാണുന്നില്ല. ഇത് പെട്ടെന്ന് വാങ്ങിച്ചിട്ട് വാ, നല്ല പനിയുണ്ട്. സിസ്റ്റർ ഒന്ന് മേടിച്ചിരോ? ഞാനോ?
എവിടെയാ സിസ്റ്റർ ഫാർമസി എവിടെയാ? ഇവിടുന്ന് നേരെ പോകുമ്പോ കാർഡിയോളജി വാർഡ് കാണാം. അതിനോട് ചേർന്നൊരു റാമ്പ് ഉണ്ട്. ആ റാമ്പ് ഇറങ്ങി ഇടത്തോട്ട് തിരിഞ്ഞ് അങ്ങേ അറ്റം പോകുമ്പോ ഫാർമസി ഉണ്ട്. ഒരു ഓട്ടോ കിട്ടുമോ? ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ പറഞ്ഞു തരാം. വേണ്ട, ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ട് പോയിക്കോളാം. സിസ്റ്ററെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? അയ്യോ, കഴിഞ്ഞോ? ഡെലിവറിക്കൊന്നും അല്ലല്ലോ കൊണ്ടുവന്നേ. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും, അപ്പൊ വിളിക്കാം. അഭ്യുദയകാംക്ഷയല്ല. ഇന്ന് ഹോസ്പിറ്റലാക്കിട്ടേ എന്നെ അമ്മായിയുടെ കല്യാണത്തിന് പോയതാ. ആയിട്ടാ കേശട്ടിയില്ലേ, നേരെ പോയ പോരെ. ഇവര് ചപ്പട്ട പോയി കിടക്കാണ്. നല്ലോണം വേർത്തല്ലടിയാ, പനിയൊക്കെ വിട്ടല്ലേ? നിനക്ക് കുടുംബത്തിനൊക്കെ സുഖമല്ലേ? പുള്ളി എങ്ങനെയാ ഒറ്റക്കൊക്കെ ഇറങ്ങി ഇങ്ങനെ നടക്കും. ഇവന്റെ ഫ്രണ്ടാ. ഹായ്. ചൂട് ചായ കുടിച്ചു. എന്തെങ്കിലും പെയിൻ ഉണ്ടെങ്കിലേ നല്ലതാ. താങ്ക്സ്. പണിക്കർ സാറിന്റെ ജൂനിയർ ആയിട്ടാണല്ലേ? ഞാൻ സാറിന്റെ ജൂനിയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യപ്പോ. ഫ്രണ്ടോ? പുള്ളി IPC 420 സ്പെഷ്യലിസ്റ്റാ, ചീറ്റിംഗ് കേസിന്റെ. എന്തു പറ്റിയതാ? ഒന്നല്ലോ, ഹോസ്പിറ്റലിലേക്ക് കാണാൻ വേണ്ടി വന്നതാ. ഈ മങ്കിക്കപ്പ കിട്ടട്ടെ. എബി എന്നാ പോയിക്കോ. ഏയ് കുഴപ്പമില്ല, എനിക്ക് ഈ ശുശ്രൂഷയൊക്കെ ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിലാ. പിന്നെ ഇതൊക്കെ ഒരു പുണ്യല്ലേ. ഓ പുണ്യാണ്. ഈ മരുന്ന് എന്തെങ്കിലും മേടിക്കണോ? ഏയ് ഫാർമസിന്ന് വാങ്ങിച്ചായിരുന്നു. ആ ഇല്ലേ, ഇവനോട് പറഞ്ഞാൽ ഇവ മെഡിസിൻ വാങ്ങിക്കാൻ ബെസ്റ്റാ. ആള് ഭയങ്കര ഫണ്ണിയാ, അതാ. പിന്നെ പിന്നെന്താ? പിന്നെ എന്താണ് എന്റെ പൊന്നു മോളെ, ഇവന് നിന്നോട് മുടിഞ്ഞ പ്രേമാണ്. നിന്റെ പരിപാടി റിപ്പീറ്റ് അടിച്ച് കാണലാണ് അവന്റെ ഏർപ്പാട്. എടാ കുരിശ്, എന്ത് പറയണ്ടത് തുറന്നങ്ങോട്ട് പറ. എനിക്ക് കുറച്ച് കിടക്കണം, തീരെ വൈകിട്ടാണ്. അവന്റെ ഒരു പിന്നെയും അവന് പനി നിലക്കടിച്ചിട്ട് ഒരു സത്യമൊക്കെ വിളിച്ച് പറയാം. ചായ പിടിച്ചോ? ഇതെടുക്കാൻ വന്നാ അല്ലെ, ഞാൻ പിന്നെയും വരേണ്ടി വരും. എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതി.